കോഴിക്കോട് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ RJD അംഗം വോട്ട് മാറി ചെയ്തതിലൂടെ UDF പ്രതിനിധി പ്രസിഡന്റായി. മൂടാടി പഞ്ചായത്തിൽ LDF അംഗം പ്രസിഡന്റായത് അട്ടിമറിയിലൂടെയാണെന്ന് UDF ആരോപിച്ചു. പാലക്കാട് അഗളി പഞ്ചായത്തിൽ UDF അംഗം കൂറുമാറി പ്രസിഡന്റായി. കാസർഗോഡ് ഉദുമയിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായതോടെ UDFന് ഭരണം നഷ്ടമായി. മലപ്പുറം തിരുവാലയിൽ UDFലെ തർക്കത്തെ തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെ 14 അംഗങ്ങളിൽ LDFന് 7 സീറ്റും UDF RMPI മുന്നണിക്ക് 7 സീറ്റുകളുമാണുള്ളത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFലെ RJD അംഗം വോട്ട് മാറ്റി ചെയ്തതോടെയാണ് UDF പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസിലെ കോട്ടയിൽ രാധാകൃഷ്ണൻ 8 വോട്ട് നേടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. മൂടാടി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന് UDF ആരോപിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനിടെ ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായെന്നാണ് UDF ആരോപണം. ഇത് അംഗീകരിക്കാതെ 10 വീതം അംഗങ്ങൾ LDFനും UDFനുമുള്ള പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പ് നടത്തിയെന്ന് UDF ആരോപിച്ചു. നറുക്കെടുപ്പിൽ LDF പ്രതിനിധി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കണ്ണൂർ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ LDF പ്രതിനിധിയുടെ വോട്ട് അസാധുവായതോടെ UDFന്റെ CK റസീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്തിൽ 40 വർഷത്തിന് ശേഷമാണ് UDF പ്രതിനിധി പ്രസിഡന്റാകുന്നത്. നറുക്കെടുപ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും UDFന് ലഭിച്ചു. BJPക്കും LDFനും 8 വീതം സീറ്റുകളുള്ള പാലക്കാട് പറളിയിൽ ഭരണം LDFന് ലഭിച്ചു. നറുക്കെടുപ്പിലാണ് LDFന്റെ ഉഷാകുമാരി പ്രസിഡന്റായത്. പാലക്കാട് അഗളി ഗ്രാമപഞ്ചായത്തിൽ UDF അംഗം കൂറുമാറി LDF പ്രതിനിധിയായി പഞ്ചായത്ത് പ്രസിഡന്റായി. 20-ാം വാർഡ് ചിന്നപ്പറമ്പിൽ നിന്നുള്ള UDF അംഗം മഞ്ജുവാണ് കൂറുമാറിയത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മഞ്ജുവിനെതിരെ UDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. കാസർഗോഡ് ഉദുമ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായതോടെ UDFന് ഭരണം നഷ്ടമായി. ഉദുമയിൽ UDFന് 12ഉം LDFന് 11 സീറ്റുകളാണുള്ളത്. മലപ്പുറം തിരുവാലിയിൽ പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 11 അംഗങ്ങളുള്ള UDFലെ തർക്കത്തെ തുടർന്ന് UDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇതോടെ കോറം തികയാത്തതിനാൽ ഭരണസമിതി തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. 4 അംഗങ്ങളുള്ള മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടതിൽ കോൺഗ്രസ് വഴങ്ങാത്തതാണ് UDFലെ തർക്കത്തിന് കാരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.